വേറെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. I keep on changing my job. I less communicate with superiors. I am not an open or funny person. My face is mostly gloomy, unenthusiastic and fearful. I quit my last job and has been searching for a new job for the past 6 months. No idea how to feed my family. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് മലയാളത്തിലാണ്, നമുക്കൊന്ന് തർജ്ജിമ ചെയ്ത് കൊടുക്കാം അല്ലേ. അതായത് പുള്ളിക്ക് ജോബ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ജോബ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സുപ്പീരിയേഴ്സായിട്ട് അങ്ങനെയൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള പേഴ്സൺ ഒന്നും അല്ല പുള്ളി. പക്ഷെ എന്താ ഫേസ് ഒക്കെ എപ്പോഴും ഗ്ലൂമി ആണ്, അത് ഊർജ്ജസ്വലത ഇല്ലാത്തത് പോലെയുള്ള ഒരു ഇതും ഭയങ്കര പേടിയൊക്കെയാണ് കാര്യങ്ങളോടൊക്കെ. അപ്പോൾ ലാസ്റ്റ് ജോബ് ക്വിറ്റ് ചെയ്തതിനു ശേഷം 6 months ആയിട്ട് പുതിയ ജോബിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ജോബൊന്നും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഫാമിലിയെ തീറ്റിപ്പോറ്റേണ്ടത് എന്നറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം ആളുടെ കണ്ടീഷൻ എന്താന്ന് നമുക്കറിയില്ല. ഒരു അൺസ്റ്റെബിലിറ്റി ആണല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലായ്മയാണ് കാണിക്കുന്നത്. ജോലിയിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതിപ്പം അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു നേച്ചറാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ നേച്ചറാണോ, എന്താന്ന് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ഒരു ക്വസ്റ്റ്യന്. ലൈക്ക് എന്താ പറയുക, എന്തുകൊണ്ട് ആൾക്കത് അവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു വർക്ക് കൾച്ചർ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ആ ഒരു വർക്ക് കൾച്ചറിൽ എന്തുകൊണ്ട് ആൾക്ക് കുറച്ച് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് മേ ബി ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് ഇപ്പം എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആൾക്കൊരു പ്രോപ്പർ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ മേ ബി ആളുടെ കൺസേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഈ കുടുംബം എന്തായാലും തീറ്റി പോറ്റണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണം, കാശ് വേണം. അപ്പം അത് നമുക്ക് എന്തായാലും ഇത് കുറച്ചൊരു തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഒരു ആളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പം ഐ മീൻ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് ആൾക്ക് കിട്ടുകയാണെങ്കിൽ മേ ബി ഇതിൽ കുറച്ചും കൂടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ജോലിക്കൊരു പഞ്ഞം നമ്മുടെ നാട്ടിലുണ്ടെന്ന്. ജോലി ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ ആ ജോലിയൊക്കെ ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കേസുകൾ വരുമ്പോൾ നമുക്കൊരു ഡിപ്രഷനൊക്കെ വരുന്ന ഒരു സമയത്ത് ഇത് എങ്ങനെയാണ് ഈ ജോലി ചെയ്യാറിയുമ്പം മീനിയൽ ജോബ്സുകൾ, ചെറിയ ചെറിയ ജോബുകൾ, ഇപ്പോൾ രാത്രി പെയിന്റിന്റെ പണിക്ക് പോവുക, അല്ലെങ്കിൽ സ്വിഗ്ഗിക്ക് ഓടാൻ പോവുക, ഓക്കെ, ഓലയ്ക്ക് ക്യാബിന് പോവുക, ഇങ്ങനത്തെയൊക്കെ പല സാധനങ്ങളും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ വല്ല യൂറോപ്പിലൊക്കെ പോയിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ, ആൾക്കാർ കണ്ട് ഞാൻ ചെയ്യൂല എന്നൊക്കെ ഉള്ള ആശയം വെച്ച് നടക്കുന്നവര് ഇതേപോലത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തുമ്പോൾ ഇവർ പിന്നെ ഗാംബ്ലിങ്ങും ഈ പൈസ കടത്തൽ, ഗോൾഡ് കടത്തൽ, ഡ്രഗ് കടത്തൽ, ഇങ്ങനത്തെ സാധനത്തിലേക്കൊക്കെ ചിന്ത പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഇത് മാലഡാപ്റ്റേഷൻ ആണ്, ഒരു നല്ല രീതിയിലുള്ള ഒരു അഡാപ്റ്റേഷൻ അല്ലാതെ മാലഡാപ്റ്റീവ് തോട്ട്സ് എന്നാണ് പറയുക. നമ്മൾ വേറൊരു രീതിയിൽ വഴിവിട്ട രീതിയിലേക്ക് നമ്മൾ ചിന്തകൾ പോവുക. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്കൊന്നും പോകാണ്ടിരിക്കാനായി ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ, ഈ പല ആൾക്കാരെ പറയുകയാണെങ്കിലും വലിയ വലിയ പൈസക്കാരെ പറയുകയാണെങ്കിലും പണ്ട് അയാൾ ചായ വിറ്റ് നടന്നതാണ്, പണ്ട് അയാൾ പിന്നെ പെട്രോൾ അടിച്ചതാണ് പണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആ പണത്തിന് ആ ഒരു നാണക്കേടിന് മായ്ക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബത്തിനെ പോറ്റാനുള്ള സാധനങ്ങൾ ഇയാൾ ചെയ്തേ പറ്റും. ജോബ് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് പറയാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് വർക്ക് സ്ട്രെസ് കാരണം ഒരു ആള് മരിച്ചു, ഒരു സ്ത്രീ. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഏതാ സ്ഥലം, ഇന്ത്യയിൽ തന്നെയാണ് എന്തായാലും. അപ്പൊ കൊല്ലത്താണ്, 26 years കേരളത്തിൽ തന്നെയാണ്. അപ്പൊ ഈ വർക്ക് സ്ട്രെസ് മൂലമുള്ള മരണങ്ങള്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് ഉറക്കം ഇല്ലാതിരുന്ന വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടി വേറൊരു ലെവലിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വർക്ക് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ എന്തെങ്കിലും ടിപ്സ് പറയാൻ പറ്റുമെങ്കിൽ ഒരു 3-4 ടിപ്സ് പറയാമോ? ഇപ്പം ഈ ഒരു കേസ് ഇപ്പം എനിക്ക് തോന്നുന്നു ആള് പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ആളാണ്. അപ്പം ഞാൻ റീസെന്റ് ആയിട്ട് ഈ ന്യൂസിലൊക്കെ കണ്ടതൊരു അവർക്ക് 18 hours വർക്ക് ഉണ്ടായിരുന്നു, ലീവും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു തരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ് തന്നെയാണ്. അപ്പം പൊതുവേ നമ്മുടെ ഒരു വർക്ക് കൾച്ചറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പം ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ മാക്സിമം ഒരു 8 hours ആണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെല്ലുകൾ വേണം, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, വർക്ക് കൾച്ചറിൽ കൊളീഗ്സായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അവരുടെ പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് വേണം.
പിന്നെ കുറച്ചും കൂടെ ഒരു ഇപ്പം ലീവാണെങ്കിലും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറച്ചും കൂടെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീം വേണം. ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു സ്ട്രെസ്സ്, വർക്കിലെ സ്ട്രെസ്സ് കുറയാൻ, എസ്പെഷ്യലി ഈ കോർപ്പറേറ്റ് മേഖലയിലുള്ള സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയും കൂടെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അതായത് ഒരു ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് ജോലി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പല കമ്പനീസിലും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് അളക്കാൻ വേണ്ടി പല പ്രോജക്റ്റുകളും പല ക്വസ്റ്റിനെയറുകൾ ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് ഇവരൊക്കെ ജോബിൽ സ്ട്രെസ് ഉണ്ടോ, അപ്പോൾ സ്വന്തം നമ്മളിപ്പോൾ ഈ ഇതൊക്കെ എടുക്കൂലേ, എന്താണ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നില്ലേ, അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഹെൽത്തിന് ഇൻഷുറൻസ് ഉള്ള പോലെ പല കമ്പനീസും മൈൻഡിന് അധികം കണക്കാക്കുന്നില്ല. അപ്പോൾ തൻ്റെ ജോലിക്കാരുടെ മെൻ്റൽ ഹെൽത്ത് ശരിയില്ലെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഇല്ല, അവിടെ ക്വാളിറ്റി ഓഫ് വർക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ ഒരുപാട് കമ്പനീസ് അത് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമ്മൾ അബ്സല്യൂട്ട് മൈൻഡിൽ നമ്മൾ പല കമ്പനികളും നമ്മളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ക്വാളിറ്റിയും അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷനും കൂടാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സുകൾ സംഘടിപ്പിക്കുക, പല പല പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലുണ്ടാവും. പിന്നെ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ തലൻ്റെ ഉള്ളിലാണ്. അപ്പം എനിക്ക് സ്ട്രെസ് ആയിരിക്കണം, ചിലപ്പോൾ നവ്യ മാമിന് സ്ട്രെസ് ആയിരിക്കില്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാം. അപ്പം നമ്മൾ ആ ഒരു സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ പല രാജ്യത്തിലും ഇത്ര മണിക്കൂറേ പണിയെടുക്കാൻ പാടും. ഇപ്പം നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പണിക്കായാലും ഇപ്പം ഒരു ബാർട്ടൻഡർ ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ബില്ലിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ കൂടെ നമ്മുടെ കോൺട്രാക്റ്റിന് നമ്മുടെ വിസൈൻ്റെ ഇതിലും ഉണ്ടാവും നമ്മളെ കൊണ്ട് ഇത്ര മണിക്കൂറേ പണിയെടുപ്പിക്കാൻ പാടുമെന്ന്. അതെന്താ വെച്ചാൽ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 18 മണിക്കൂർ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറങ്ങാൻ മാത്രമേ സമയമുള്ളൂ. അയാളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ലെഷർ ആക്ടിവിറ്റിക്ക് അതിന് ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇത്ര മണിക്കൂറാണ് ഒരു മനുഷ്യൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ശരാശരി ഒരു സാധനം പറയുകയാണെങ്കിൽ 8 മണിക്കൂർ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുടുംബത്തിനും നമുക്ക് വേണ്ടിയിട്ടും ഒക്കെ സമയം കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ സ്ലീപ്പ് നമുക്കൊരു 6 to 8 hours വേണം. പിന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ കുട്ടികൾ, ഓരോ കുട്ടീൻ്റെ അടുത്തും 30 മിനിറ്റ് ഇരിക്കണം എന്നാണ് ഓരോ ദിവസവും. നമുക്ക് 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കണം, ഭാര്യൻ്റെ കൂടെ ക്വാളിറ്റി ഓഫ് ടൈം ഇരിക്കണം. നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പം മറ്റൊരു ഭാഗത്ത് നമുക്ക് പല സാധനങ്ങളും നഷ്ടപ്പെടാം. അപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു വേർഡാണ് ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ചെറിയ സമയത്തിനെ കൊണ്ടിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള. അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു തരംഗം, ഇപ്പോഴത്തെ ഒരു സമൂഹ ഒരു സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ കോർപ്പറേറ്റ് ലെവലൊക്കെ, കോർപ്പറേറ്റ് എന്നല്ല ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന ഒരു മീൻസ് ബ്ലഡി കോർപ്പറേറ്റ് എന്നാണ് പറയുക. ഓക്കെ, ആ വേർഡാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ പണിയെടുപ്പിച്ച് മരിച്ച് കൊന്ന് പട്ടിപ്പണി എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, ആ ഒരു സാധനം. അപ്പം അതിനെയൊക്കെ നമ്മൾ വെല്ലണമെങ്കിൽ നമ്മുടെ ഐഡിയക്കാണ് വില, ഓരോ ഐഡിയാസിനാണ് ഓരോ ഐഡിയ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കേട്ടു, ഏതോ ഒരു വലിയ കാറിൻ്റെ കമ്പനിയുടെ ഒരു പേരിന് വേണ്ടി അവർ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു, ഒരു നല്ലൊരു പേരിന് വേണ്ടി. അത് കേരളത്തിലെ ഏതോ ഒരാളാണ് ആ പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവൻ അത് ഓൺലൈനിൽ കൂടെ അയച്ച് അവൻ എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു പേര് അവർ സെലക്ട് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പം ഐഡിയാസുകളെയാണ് ഇന്ന് ഇതാക്കുന്നത്, നല്ല നല്ല ഐഡിയാസുകൾ. സ്മാർട്ട് വർക്ക് ചെയ്യുക, നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ്. ഇതിപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 into 2 എന്നും കൂട്ടാം, 2+2+2+2+ എന്ന് പറഞ്ഞിട്ട് കൂട്ടിപ്പോവാം അല്ലേ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. അപ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പഠിക്കും. അപ്പോൾ എല്ലാ വർക്കിനും ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സ് മടക്കുന്നതിന് സിമ്പിൾ മെത്തേഡുകൾ, പല പല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ AFD അടിക്കുന്ന ആ ഒരു സാധനം അല്ലാണ്ട് ടൈപ്പ് ചെയ്ത് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് മാറ്റാനായിട്ട് ഇവർ നോക്കുന്നില്ല. അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് മാറാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് വേഗം വർക്ക് ചെയ്യും. അപ്പോൾ വീട്ടമ്മമാർ 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്ത് തീർത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടുജോലി ചെയ്തിരിക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മളത് സ്കില്ലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറേ സമയം നമുക്ക് അവിടെ കിട്ടും, ലാഭിക്കാം. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം.